ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു നിമിഷം ഒന്ന് നിൽക്കണേ. ഞാനിവിടെ വന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ടോന്ന് എനിക്കറിയാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും എതിരാളികളായിട്ടാണല്ലോ. അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല, ഇനിയോട്ട് വരികയില്ല. നിക്ക്, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ളതൊന്നും അല്ല, സാഹചര്യങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നിരുന്നാലും നിങ്ങളെ മനഃപൂർവ്വം അപകടപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ശ്രമിച്ച ആളല്ല ഞാൻ. മുഖവരയുടെ ആവശ്യമില്ല. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. എനിക്ക് എന്റേതായിട്ടുള്ളൊരു വഴിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴിയുണ്ട്. ഇപ്പൊ എന്റെ വഴികളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാനായിട്ട് വന്ന് നിൽക്കുന്നതല്ല. എന്നെ നിങ്ങളുടെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛൻ എന്നെ വിളിച്ചോണ്ട് വന്നതാ. എനിക്കറിയാം നിങ്ങൾ എന്റെ ഭാര്യയോ ഞാൻ നിങ്ങളുടെ ഭർത്താവോ അല്ലെന്ന്. ഇവിടെ എന്റെ വേഷം വെറും ഒരു ജോലിക്കാരന്റേത് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഉത്തരവാദിത്വമുള്ളൊരു തൊഴിലായിട്ട് തന്നെ ഞാനും ഇതിനെ കാണുന്നത്. ഞാൻ എങ്ങനെ ഇവിടെ ഈ തൊഴിൽ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം. എനിക്ക് വേറെ ജോലി കിട്ടും. ചെയ്യാനുള്ള മനസ്സും അതിനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലിക്ക് പഞ്ഞമില്ലെന്നറിയാലോ. ആ, പറഞ്ഞാ മതി, ഞാനങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. മോനെ വിഷ്ണു, കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ആ എടാ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? അല്ല, അത് ഞാൻ നീ വന്നേ. അല്ല മോനെ, എന്റെ കുഴമ്പ് തീർന്നടാ. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. രാമേട്ട, വണ്ടി എടുക്ക. അവക്കെന്തോടാ ഒരു പിണക്കം പോലെ? നിങ്ങൾ വീണ്ടും പഴക്കട്ടോ? നീ എന്തോടെ നോക്കിയിരിക്കുന്നേ? നിന്റെ ആശാലോടെ നിൽക്കുന്നേ? ആ മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകനാണ് ഞാൻ, ശിവൻ. ഇതിനൊരു തീരുമാനമാകാതെ ശിവൻ ഈ വീട്ടിൽ കാലുകുത്തില്ല.